ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജന് പൂർണ്ണ പിന്തുണയുമായി CPIM. വിവാദം ഗൂഢാലോചനയെന്ന ഇ.പി. ജയരാജന്റെ വിശദീകരണത്തിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ പാർട്ടിയുടെ അന്വേഷണമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇ.പി. ജയരാജന് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയ മുഖ്യമന്ത്രി വിവാദങ്ങൾ UDF-നും BJP-ക്കും വേണ്ടിയാണെന്നാണ് കുറ്റപ്പെടുത്തിയത്. പുസ്തകത്തിന്റെ സാധാരണ രീതിയിലുള്ള പ്രസാധനമല്ല പ്രസിദ്ധീകരണശാല ഉദ്ദേശിച്ചതെന്നും DC ബുക്സിന്റെ ഉന്നം വെച്ച് പിണറായി വിജയൻ പറഞ്ഞു. പാർട്ടി എങ്ങനെ ബാധിച്ചില്ല. കാരണം ജയരാജൻ തന്നെ പറഞ്ഞു, ഞാൻ എഴുതുകയോ ഞാൻ പറയുകയോ ചെയ്യാത്ത കാര്യം എൻ്റെ പേരിൽ കള്ളപ്രചാരവേല നടത്തിയിട്ടുള്ളതാണ്. ആ പ്രചാരവേല നടത്തിയിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായിട്ടുള്ള നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടിയും അതുപോലെ തന്നെ DGPക്ക് തന്നെ ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തും എല്ലാം കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നല്ലപോലെ നടക്കണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. അല്ല, പ്രസാദനത്തെ ആരെങ്കിലും ഏൽപ്പിച്ചാലേ പ്രസാദനം ഉണ്ടാകുക. ഞാനൊരു പുസ്തകം എഴുതി തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരെയും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ഏൽപ്പിക്കാതെ പ്രസാദകരുണ്ടാവുമോ? അതിനൊരു കരാറുമില്ല, അവരുമായിട്ട് ഒരു കരാറുമില്ല, അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് അവർ പുസ്തകം പ്രസിദ്ധീകരിക്കുക? പാർട്ടി അന്വേഷിക്കുന്നില്ല. പാർട്ടിക്ക് എന്തിനാ? ഞാൻ ഇന്നലെ പറഞ്ഞു, മില്ലാതെ പറഞ്ഞു, പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമൊന്നും അതില്ല. ഒരാളൊരു പുസ്തകം എഴുതിയാൽ ആ പ്രകാശന ചടങ്ങിൽ അയാൾ വേണ്ടേ, അല്ലെങ്കിൽ അയാൾ അറിയണ്ടേ? അങ്ങനെ ഒരു പ്രകാശന ചടങ്ങ് ഉണ്ടെന്നെങ്കിലും അയാൾ അറിയണ്ടേ? എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വിവാദങ്ങളായിട്ട് വരുന്നതെന്നാണ് നോക്കേണ്ടത്. ജയരാജൻ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഞാനൊരു ആത്മകഥ എഴുതുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അത് ആർക്കും കൊടുത്തിട്ടില്ല, ആരെയും പ്രസിദ്ധീകരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല, ഒരു പ്രസിദ്ധീകരണശാലയുമായി കരാറും ഒപ്പിട്ടിട്ടില്ല. പുസ്തകം എഴുതുന്നു എന്ന് കേട്ടതുകൊണ്ട് ചിലരൊക്കെ ചില പ്രസാധകരെ എന്നെ സമീപിച്ചിരുന്നു. എഴുതി തീരട്ടെ, നമുക്ക് ആലോചിക്കാമെന്നാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ ദിവസം നോക്കി സൂക്ഷ്മമായി ഈ വാർത്ത മെനഞ്ഞെടുക്കുന്നു. ഇതല്ലേ വിവാദ പണ്ഡിതന്മാർ ചെയ്യുന്ന കാര്യം? എല്ലാത്തിനും ചില വ്യക്തമായ ഉന്നങ്ങളുണ്ട്. ആ ഉന്നങ്ങൾ ജനങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന UDF-നെ സഹായിക്കലാണ്, BJP-യെ കഴിയാവുന്നത്ര സഹായിക്കലാണ്. ഇതാണ് വിവാദങ്ങളുടെ ഉന്നം. അരുൺ സോളമൻ നൽകും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഏറെ നാളുകൾക്ക് ശേഷം പങ്കെടുത്തുകൊണ്ട് ഇ.പി. ജയരാജൻ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പാർട്ടി ഏതായാലും ഇ.പി.യെ തന്നെ വിശ്വാസത്തിലെടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അന്വേഷണമില്ല എന്ന് തന്നെയാണ് M.V. ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വിനീത, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം ഇതാദ്യമായാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ.പി. ജയരാജൻ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ് ഇ.പി.യുടെ പേരിൽ ഒരു ആത്മകഥ പുറത്തിറങ്ങുന്നു. 177 പേജുള്ള ഈ ആത്മകഥയുടെ PDF കോപ്പിയാണ് പുറത്തിറങ്ങിയത്. ഈ ആത്മകഥയിൽ പ്രധാനമായും രണ്ടാം പിണറായി സർക്കാരിനെതിരെ വിമർശനമുണ്ട്. ഇപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിന്റെ പേരിലും വലിയ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടാണ് ഇ.പി. ജയരാജൻ മുന്നോട്ട് വരുന്നു. DC-യുമായി ഏതൊരു കരാറുമില്ല എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് തന്നെ ഇ.പി. ജയരാജൻ ഇന്നും സെക്രട്ടറിയിൽ എത്തുമ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ദിവസം തന്നെ ബുധനാഴ്ച രാത്രിയോടുകൂടി തന്നെ അദ്ദേഹം DGPക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകുന്നു. DC-ക്ക് വക്കീൽ നോട്ടീസ് അയക്കുന്നു. ഇത്തരത്തിൽ ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അത് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് പരാതി നൽകുകയും ഈ പരാതി DGP ക്രമസമാധാന ചുമതലയുള്ള മനോജ് എബ്രഹാമിന് കൈമാറുന്നു. തുടർന്ന് കോട്ടയത്തെ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിനാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ചുമതല വന്നിരിക്കുന്നത്. ഇത് നിലവിൽ ആർക്കെതിരെയും ഇപ്പോൾ ഒരു FIR ഇട്ടുള്ള ഒരു അന്വേഷണമല്ല, പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ.പി. ജയരാജൻ പങ്കെടുക്കുന്നു. പ്രധാനമായും അദ്ദേഹം ഒരു വിശദീകരണം തന്നെ നൽകിയിരിക്കുകയാണ്. ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. താൻ പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പുറത്തു വന്ന അത് തന്നെയാണ് പാർട്ടി യോഗത്തിലും വിശദീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും പാർട്ടി ഇ.പി. ജയരാജനെ വിശ്വാസത്തിലെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ സോളമൻ വിവരങ്ങൾ